ലൈംഗികാധിക്ഷേപ കേസിൽ ജയിലിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. ജാമ്യം തള്ളിയ മജിസ്ട്രേറ്റ് വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് നീക്കം. ഹർജി ഇന്ന് തന്നെ പരിഗണിക്കാൻ ആവശ്യമുന്നയിക്കും. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, നേരെ ഹൈക്കോടതിയിലേക്ക് തന്നെ സമീപിക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ എന്താണ്? ജില്ലാ കോടതിയെയാണ് സ്വാഭാവികമായും ആദ്യമായി ഈ ഹർജിയുമായി സമീപിക്കേണ്ടത്. പക്ഷേ ജില്ലാ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അതിലൊരു വിധി വരുന്നതിന്റെ കാലതാമസം ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലാണുള്ളത്. സ്വാഭാവികമായി തന്നെ ഇത്തരത്തിലൊരു ഹർജി പരിഗണിക്കുമ്പോൾ അത് പ്രോസിക്യൂഷൻ നിലപാട് തേടും, പോലീസിന്റെ നിലപാട് കോടതി തേടുകയും ചെയ്യാറുണ്ട്. അത്തരം അവരുടെ നിലപാടുകൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കാം ഇത്തരത്തിൽ ഒരു വിധിയിലേക്ക് പോകുക. പക്ഷെ ഹൈക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അടിയന്തരമായി ഇടക്കാല ജാമ്യം നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. ആ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിലെ അഭിഭാഷകരുടെ ആലോചന. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ ഇടക്കാല ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ആ ഒരു കണക്കുകൂട്ടാണ് ഉള്ളത്. എന്തായാലും കോടതിയിൽ തന്നെ മുതിർന്ന അഭിഭാഷകനാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരാകുന്നത്. രാമൻപിള്ളയാണ്. സ്വാഭാവികമായി അതിന്റെ ഒരു പരിഗണനയൊക്കെ നമ്മൾ പലപ്പോഴും പല കേസുകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാറുണ്ട്. ആ ഒരു കണക്കുകൂട്ടലാണുള്ളത്. മാത്രമല്ല, ഈ ഹർജി സമർപ്പിക്കുമ്പോൾ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കാനുള്ള സാധ്യത. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം കോടതിയിൽ പറഞ്ഞു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളല്ല, പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതുണ്ട്. അതിന് കൂടുതൽ ചികിത്സ മറ്റു സൗകര്യങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം പറയാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഇന്നലെ നമ്മുടെ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോഴുള്ള ചില പ്രശ്നങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞൊരു കാര്യം, വിദഗ്ധമായി പരിശോധന നടത്തിയിട്ടില്ല, പരിശോധനകൾ പൂർണ്ണമായിട്ടില്ല. ഡോക്ടർമാർ കൂടുതൽ പരിശോധനകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഇടപെട്ട് വളരെ വേഗത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ അവിടുന്ന് കടത്തിക്കൊണ്ട് പോവുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസ് കൂടി ഹർജിയിൽ ചൂണ്ടിക്കാണിക്കാനുള്ള സാധ്യതയാണോ? ഇന്ന് തന്നെ ഹർജി പരിഗണിക്കാനിടയുണ്ടോ സിജോ? സ്വാഭാവികമായും ഇടക്കാല ജാമ്യത്തിനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഹർജി പരിഗണിക്കാനുള്ള ഒരു പരമാവധി സാധ്യതയാണ് അവിടെ നോക്കുന്നത്. നമുക്കത് പൂർണ്ണമായും ഇന്ന് തന്നെ പരിഗണിക്കുമെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഈ ഹർജി കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ തന്നെ എടുക്കാനുള്ള നടപടികൾ തന്നെയാണ് പരമാവധി ശ്രമിക്കുന്നത്. ഒരു പക്ഷേ മുതിർന്ന അഭിഭാഷകരൊക്കെ ഹാജരാകുമ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം കൂടി ഈ ഹർജിയിൽ വരാനുള്ള സാധ്യതയുമുണ്ട്. യെസ്, ജില്ലാ കോടതിയെ സമീപിക്കാതെ ഇടക്കാല ജാമ്യം തേടി ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാമ്യം തേടിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ബോബി ചെമ്മണ്ണൂർ ഒരുങ്ങുന്നത്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.